കഴിഞ്ഞത്. ഇതാണ് കഴിഞ്ഞില്ലല്ലോ. ഓ ഇതാണ് രാജപാത. അപ്പൊ നമ്മൾ ഈ കാണുന്ന പണ്ടത്തെ രാജപാത. ഹലോ ഫ്രണ്ട്സ്, ടൈം റൈഡർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യാൻ പോകുന്നത് പണ്ടത്തെ ഓൾഡ് മുന്നറുടെ രാജപാതയിലൂടെയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ കഴിന്തിരിമല ഇടിഞ്ഞ സ്പോട്ടൊക്കെ നമ്മൾ കവർ ചെയ്യുന്നതാണ്. അപ്പോൾ കാണാം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കുരുത്തിക്കുടിയിലെ ടണൽ വർക്കിൻ്റെ അവിടെയാണ്. ആ കാഴ്ച കണ്ട് നമ്മൾ നേരെ ഇതാ ഓൾഡ് മുന്നർ റോഡിലേക്ക് പ്രവേശിക്കാനായിട്ട് പോകുകയാണ്. അപ്പോൾ കാണാം. എന്തായാലും ഒരു നല്ല കട്ട എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് നമ്മൾ ഇതിലൂടെ പോകുമ്പോൾ തന്നെ. അപ്പോൾ നമ്മളിവിടെ ജീപ്പ് ഡ്രൈവർ ഉള്ളതുകൊണ്ട് കറക്റ്റായിട്ട് കാര്യങ്ങൾ അറിയാൻ പറ്റും, അല്ലെങ്കിൽ നമ്മളൊന്നും അറിയത്തില്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ ടണലിൻ്റെ വർക്ക് നടക്കുന്നത് കൊണ്ട് ഇവിടെ പുതിയതായിട്ട് റോഡ് വരാൻ പോവുകയാണ്. നമ്മുടെ മൂന്നാറിലേക്കുള്ള പണ്ടത്തെ രാജപാതയിലേക്ക് നമ്മൾ പ്രവേശിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആ കാഴ്ച നമുക്ക് കാണാം. പിന്നെ ഈ ഭാഗത്തുള്ളത് മൊത്തം ട്രൈബൽസ് ഏരിയയാണ്, കുരുത്തിക്കുടി ട്രൈബൽസ് ഏരിയയാണ്. അപ്പോൾ ഇത് ആ റോഡ് വർക്ക് നടക്കുന്നത് നമുക്കിപ്പോൾ കാണാൻ പറ്റും. ഒത്തിരി ജമടൻ പിന്നെ കാണാം. ഈ വണ്ടി ഇങ്ങനെ കൊണ്ടുവന്ന സമ്മതിക്കണം. നല്ല വഴിയല്ലേ? ഫ്രണ്ട്സ്, അപ്പം നമ്മളിപ്പോൾ കാണുന്ന ടണൽ തെരഞ്ഞെടുത്ത പാറക്കല്ലുകളാണ് ഈ കാണുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ റോഡ് നിർമ്മിക്കുന്നത്. എന്തായാലും അടിപൊളി. അപ്പോൾ നമ്മളിതാ ഭാവിയിലേക്ക് വരാൻ പോകുന്ന പുതിയ മൂന്നാറിലേക്കുള്ള റോഡാണ്. ആക്ച്വലി ഇത് പഴയ റോഡാണ്. ഓൾഡ് മൂന്നാർ റോഡിൻ്റെ ഭാഗത്തോട്ട് നമ്മൾ പ്രവേശിക്കാനായിട്ട് പോവുകയാണ്. ഈ റോഡ് പറ്റുകയാണെങ്കിൽ കുത്തനെ കയറ്റമോ ഇറക്കമോ ഒന്നുമില്ല, സമനിലക്ക് പോകുന്ന റോഡാണ്. സൈക്കിൾ അതേമാതിരി പോകുന്ന റോഡ്. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു ടോറസ് വണ്ടി കിടപ്പുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഓട്ടോയ്ക്ക് ചെയ്തിട്ട് നമുക്കപ്പോൾ ഓൾഡ് മൂന്നാർ റോഡിലേക്ക് പ്രവേശിക്കാം. ആ കാഴ്ച നമുക്ക് കാണാം. ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് കൊടുംവനമാണ്. കുരുത്തിക്കുടി ട്രൈബൽസ് കോളനി അങ്ങനെയാണ് പോകേണ്ടത്. നമ്മൾ അവിടെ നിന്നാണ് ഇപ്പോൾ വന്നത്. എൻ്റെ പൊന്നു വച്ചാൽ ഒരു രക്ഷയില്ല. വേറെ ലെവലെന്ന് പറഞ്ഞാൽ വേറെ ലെവൽ. ഈ ക്യാമറയെ കാണുന്ന പോലെയല്ല, നേരെ കാണാൻ അതുക്ക് മേലെയാണ്. എന്തായാലും ഈ റോഡ് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും പൊളിക്കും. വേറെ സെറ്റപ്പ് ആയിരിക്കും, അടിപൊളിയായിരിക്കും. ഒരു രക്ഷയുണ്ട്. ആ ലെഫ്റ്റിലേക്ക് കാണുന്ന വഴിയൂടെയാണ് നമ്മുടെ എടംപ്ലാശ്ശേരി, മാമലക്കണ്ടം, അതുപോലെ തന്നെ ട്രൈബൽസ് കുരുത്തിക്കുടി ട്രൈബൽസിലേക്ക് പോകുന്നത്. അപ്പം നമ്മൾ റൈറ്റ് എടുത്ത് നേരെ നമ്മളിതാ ആനക്കുളം ഭാഗത്തോട്ട് പോവുകയാണ്. ആനക്കുളം ഭാഗത്തേക്ക് പോവുകയാണ്. എൻ്റെ പൊന്നും മച്ചന്മാരെ ഒന്നും പറയാനില്ല. നിങ്ങൾ നേരിട്ടൊന്ന് കണ്ടാൽ അതിൻ്റെ ശരിക്കുള്ള ഫീൽ കിട്ടത്തുള്ളൂ. അറിയില്ലാത്തുള്ളൂ. ആ ഇതാണ് രാജപാത. അപ്പൊ നമ്മൾ ഈ കാണുന്ന പണ്ടത്തെ രാജപാത. ഇതാണ് രാജപാത. അപ്പൊ നമ്മൾ ഈ കാണുന്ന പണ്ടത്തെ രാജപാത. അതുകൊണ്ട് അങ്ങനെ നേരെ അങ്ങനെ പോകും. അങ്ങനെ ഈ മലക്കടി താഴ്ച അത് കണ്ടില്ല. ഈ റോഡ് അതുണ്ട് അങ്ങാട് അങ്ങനെ ഇറങ്ങി അപ്പുറം വഴി ഉണ്ടാവില്ലേ? പണിക്കുണ്ടോ? മൊത്തം ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ പോകുന്ന റോഡാണ് പണ്ടത്തെ രാജപാത അഥവാ ഓൾഡ് മൂന്നാർ റോഡ്. ഓക്കെ, കുത്തനെ വളർന്നില്ല സൈക്കിൾ ഹെൽമെറ്റ് പോകുന്ന ബെസ്റ്റ് റോഡ്. അപ്പോൾ നമ്മളിത് കുറച്ച് കഴിയുമ്പോൾ തന്നെ കഴിന്തിരിമല വേണ്ട സ്പോട്ടും കൂടി നമുക്കിപ്പോൾ കാണാം കേട്ടോ.
വഞ്ചിക്കല്ലേ ഈ കിടക്കുന്ന വഞ്ചിക്കല് വഞ്ചിക്കല്ല് താഴെ നമ്മുടെ പണ്ടത്തെ വഞ്ചിക്കല്ല്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്നതാണ് പണ്ടത്തെ മൂന്നാർ റോഡ് അഥവാ രാജപാത. ഇത് 1924 വെള്ളപ്പൊക്കത്തിൽ നശിച്ചുപോയ റോഡാണ്. നമ്മളിപ്പോൾ ഉള്ളത് മാങ്കുളം ഏരിയയാണ്. മാങ്കുളം ആനകുളം ഭാഗത്തോട്ട് പോകുകയാണ്. ആക്ച്വലി ഈ ഭാഗത്ത് റോഡ് ഓപ്പൺ ആയിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ കുത്തനെ വളവത്തിരില്ലാതെ പാരലായിട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ സൈക്കിൾ അലൈൻമെൻറ്റിൽ പോകുന്ന ഒരു ബെസ്റ്റ് അടിപൊളി റോഡാണ്. നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി സീനറാണ് ഈ റോഡിൽ പോകുമ്പോഴത്തേക്കും കിട്ടുന്നത്. എന്തായാലും ഇത് ഉടനെ തന്നെ ടാർ ചെയ്യുമെന്നൊക്കെ പ്രതീക്ഷിക്കാം. കാരണം റോഡിനടുത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രിട്ടീഷ് എഞ്ചിനീയറായ ജോൺ ഡാനിയൽ മൺറോ പണിത പണ്ടത്തെ റോഡ്. നോക്കി നിങ്ങൾ കുത്തനെ കയറ്റമോ വളവും തിരില്ലാതെ സമനിര പോകുന്ന, അത് പാരലായിട്ട് പോകുന്ന ഒരു ബെസ്റ്റ് റോഡ് തന്നെയാണ് ഇത്. അപ്പോൾ നമ്മളിത് കഴുതിരിമല വീണ സ്പോട്ടിലോട്ട് പ്രവേശിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് ആ കാഴ്ചയും കൂടി കാണാം. ഒരു കാര്യം കൂടി ഓർക്കണം, ഈ പാത നിർമ്മിച്ച സമയം എന്ന് പറഞ്ഞാൽ 1850 കാലഘട്ടമാണ്. എത്ര കൊല്ലം മുമ്പെന്ന് ആലോചിച്ച് നോക്കി. ആക്ച്വലി നമ്മൾ 4-5 കിലോമീറ്റർ മാത്രമേ രാജപാത കവർ ചെയ്യുന്നുള്ളൂ. ബാക്കിയൊക്കെ വനത്തിനകത്താണ്. ആ നമ്മൾ ഈ കാണുന്ന ഭാഗത്താണ് കഴുന്തിരി മല. ഇതാണ് കഴുന്തിരി മല. മലകളുടെ അവശിഷ്ടങ്ങളാണ്. ഓ, ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഈ കാണുന്ന സ്പോട്ടിലാണ് പണ്ട് കഴുതിരിമല ഇടിഞ്ഞ് വീണത്. ഈ കാണുന്നതൊക്കെ കഴുതിരിമലയുടെ അവശിഷ്ടങ്ങളാണ്. നിങ്ങൾ നോക്കി, ഇത് 1924 ഉണ്ടായ വൻ പ്രളയത്തിലായിരുന്നു ഈ റോഡ് കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആയത്. അല്ലെങ്കിൽ അഥവാ 99 വെള്ളപ്പൊക്കം മരണങ്ങളുണ്ട്. ഇത് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് പണ്ടത്തെ രാജപാതയാണ്. ബ്രിട്ടീഷ് എഞ്ചിനീയറായ ജോൺ ഡാനിയൽ മൺറോ നിർമ്മിച്ച പാതയാണ് 1850 കാലഘട്ടത്തിൽ. ഈ റോഡ് ഇപ്പോൾ പോകുമ്പോൾ ശരിക്കും എന്തോ ഒരു പണ്ടത്തെ ഒരു അനുഭവം കിട്ടുന്നു. കൊണ്ട പാറയുടെയൊക്കെ വലിപ്പം വേറെ വേറെ ലെവൽ. ശരിക്കും ഇത് മലയിടിഞ്ഞ് വീണ ഭാഗമാണ് കാണുന്നത്. ഇവിടെ ആയിരുന്നു ഇത് തുറന്നാണ് ഇപ്പോൾ റോഡാക്കിയേക്കുന്നത്. കണ്ട നിനക്ക് നോക്കി സ്പോട്ടൊക്കെ വേറെ ലെവലല്ലേ. ആക്ച്വലി ഇവിടെ മാത്രം നല്ല കട്ടക്കാടാണ്. എന്നിട്ട് പോലും റോഡ് നല്ല സമനിലക്ക് പോകുന്നതാണ്. കുത്തനെ കയറ്റമോ വളതിരൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഈ 11ാം പാർട്ട് വൈൻഡപ്പ് ചെയ്യാൻ ടൈമായി. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ. അപ്പം സ്റ്റേ ട്യൂൺ. അപ്പോൾ അടുത്ത എപ്പിസോഡ് വേണ്ടി കാത്തിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.